ഷഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ റമളാൻ വരെ നോമ്പ് നോൽക്കാൻ പാടുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്രകാരം പാടില്ല എന്നുള്ള ചില ഹദീസുകൾ കേൾക്കാൻ സാധിക്കുന്നു. എന്താണ് സത്യാവസ്ഥ എന്നാണ് അവർക്ക് മനസ്സിലാക്കേണ്ടത്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ, ഇമാം തിർമിദി, ഇബ്നു മാജ തുടങ്ങിയ മുഹദ്ദിസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദൻ തസഫ ഷഅബാനു, ഷഅബാൻ 15 കഴിഞ്ഞാൽ, പകുതിയായി കഴിഞ്ഞാൽ, ഫലാ തസൂമു, പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. അപ്പോൾ ഷഅബാൻ 15 കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും പറയുന്നത്, ഇന്ന ഹാദൽ ഹദീസ സ്വഹീഹുൻ അലാ ഷർത്തി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ ഷർത്തു പ്രകാരം ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നു. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. എന്നാൽ വേറെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തഖദ്ദമു റമദാന ബി സൗമി യൗമിൻ വലാ യൗമൈനി, നിങ്ങൾ റമളാനിൻ്റെ തൊട്ട് മുമ്പ് 1-2 നോമ്പുകൾ മുമ്പേ ആയി തന്നെ നിങ്ങൾ തുടങ്ങരുത്. റമളാനിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ നിങ്ങൾ നോമ്പ് തുടങ്ങരുത്. ഇല്ലാ റജുലുൻ, ഒരു വ്യക്തി ഒഴികെ, കാന യസൂമു സൗമൻ ഫലിയസുംഹു, അയാൾ പതിവായി നോമ്പ് നോൽക്കുന്ന ദിവസവുമായി ഒത്തുവന്നാൽ അത് റമളാനിൻ്റെ തൊട്ട് തലേ ദിവസമാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണത്തിന് റമളാൻ തുടങ്ങുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാൾ, പതിവായി നോൽക്കുന്ന ഒരാൾക്ക് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം. അതേപോലെ തന്നെ ഇനി റമളാൻ ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് കരുതുക, എങ്കിൽ പൊതുവേ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ആ ദിവസം നോമ്പ് നോൽക്കാം. എന്നാൽ അങ്ങനെ അല്ലാത്തവരാണ് നോമ്പ് നോൽക്കാൻ പാടില്ലാത്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വിശദീകരിക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? സാധാരണ നിലക്ക് നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിൽ ഷഅബാൻ 15 ശേഷവും അവർക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. തീരെ നോമ്പ് നോറ്റ് ശീലമില്ലാത്തവർക്കാണ് അത് പാടില്ലാത്തത്. അതേപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഷഅബാന കുല്ലഹു യസൂമു ഷഅബാന ഇല്ലാ ഖലീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഷഅബാനിൽ നോമ്പ് നോറ്റിരുന്നു. അപ്പോൾ ഷഅബാൻ 15 മുമ്പേ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഷഅബാൻ 15 ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിട്ടുണ്ട്. ഇപ്പോൾ 3 സന്ദർഭത്തിൽ ഷഅബാൻ 15 ശേഷം നോമ്പ് നോൽക്കാമെന്ന് വ്യക്തമായി. ഒന്ന്, പതിവായി നോമ്പ് നോറ്റിരുന്ന, വ്യാഴവും തിങ്കളും നോമ്പ് നോറ്റിരുന്നവർക്ക്. രണ്ടാമത്തത് ഷഅബാൻ 15 മുമ്പ് നോമ്പ് നോറ്റ് തുടങ്ങിയവർക്ക്. 3, ഖളാ ഉള്ള നോമ്പുകൾ നോറ്റ് വീട്ടേണ്ട ആളുകൾക്ക്.